ആ ജാഫർക്ക, വാശിപ്പിക്കേ. ഇക്ക ഞാൻ കടയിൽ പോയായിരുന്നു. അപ്പൊ പിള്ളേരെ പറഞ്ഞ ഇക്ക വീട്ടിലുണ്ടെന്ന്. എന്തായി പോയ കാര്യം? തിരുവനന്തപുരത്ത് ട്രാവൽസിന് വിളിച്ചായിരുന്നു. വിസ ശരിയായിട്ടുണ്ടെന്നാ പറഞ്ഞ. മറ്റന്നാ പൈസ ഇട്ട് കഴിഞ്ഞാ മെഡിക്കൽ എടുക്കാന്ന് പറഞ്ഞു. അതെന്തായാലും കാര്യമായി. എന്റെ പടച്ചോനെ. ആ ഷെബിക്കെ, ഒരു കാരണവശാലും നിനക്ക് വിസ വന്ന കാര്യവും നീ പോകുന്ന കാര്യവും തൽക്കാലം ആരും അറിയണ്ട. നീ പൈസ കൊടുക്കാനുള്ളവന്മാർ വീട്ടിൽ വന്ന് യാത്ര മുടക്കും. പിന്നെ ജന്മത്തിൽ നിനക്ക് ഈ ബാധ്യത തീർക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഇക്ക പറഞ്ഞൊക്കെ ശരിയാ. ഈ പോക്ക് മുടങ്ങിയ പിന്നെ വാപ്പ വരുത്തിച്ച കടവും ബാങ്കിലെ കടവും ഈ നാട്ടുകാർക്ക് കൊടുക്കാനുള്ള കടമൊക്കെ ആര് തീർക്കുക? തൽക്കാലം നീ അതിനെപ്പറ്റിയൊന്നും ആലോചിക്കണ്ട. ഞാനിപ്പോ വരാം. ഇതൊക്കെ നടന്നാ മതിയായിരുന്നു പഠിച്ചോ. ഇത് പിടി. ആ ഷെബിക്കെ, നീ പറഞ്ഞ തുക മുഴുവനും ഉണ്ട്. എത്രയും പെട്ടെന്ന് വിസയ്ക്ക് കൊടുത്തിട്ട് ആ മെഡിക്കൽ എടുക്കാനുള്ള തീരുമാനം ഉണ്ടാക്കണേ. ഈ കടമൊക്കെ ഇപ്പൊ തീർക്കുക. എന്താടാ നീ ഒന്ന് പോയേ. അക്ക, ആ ബാങ്കിലെ കാര്യം മെമ്പർ ശ്രീകുമാറിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അടുത്ത 6 മാസത്തേക്ക് നിന്റെ വീട്ടിലേക്ക് അവർ ശല്യപ്പെടുത്താൻ വരത്തില്ല. നീ ധൈര്യമായിട്ട് പോ. നിനക്ക് എന്ത് പറ്റി ഷെബിക്ക്? എന്തു പറ്റാനേക്ക? എന്റെ മെഡിക്കൽ ശരിയായില്ല. നീ എന്തു ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ട്രാവൽസുകാർ പറഞ്ഞനുസരിച്ച് 3 ഹോസ്പിറ്റലിൽ പോയി ഞാൻ മെഡിക്കൽ എടുത്ത്. എക്സ്റേയില് ചെസ്റ്റിന് എന്തോ പാടുണ്ടെന്ന് അവര് പറയുന്നത്. ഈ കോവിഡ് വന്നതിന് ശേഷം കുറെ ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ടെന്നാ ഡോക്ടേഴ്സ് പറയുന്നത്. അത് മരുന്ന് കഴിച്ചാൽ മാറത്തില്ലേടാ? ഡോക്ടർമാർ പറയുന്നത് അത് മാറാൻ സാധ്യതയില്ലെന്നാ. എന്റെ പടച്ചോനെ, ഇനി എന്ത് ചെയ്യാനാ? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഇക്കാക്കറിയാമല്ലോ, 10-14 വർഷം ഞാൻ ഗൾഫിൽ ജോലി ചെയ്താ. ഒന്നും സമ്പാദിക്കാൻ പറ്റിട്ടില്ല. ലത്തിയപ്പെടാം കുറെ രോഗങ്ങളും കുറെ കടങ്ങളും മാത്രമാണ് എനിക്ക് സമ്മാനമായി കിട്ടിയത്. നീ വിഷമിക്കണ്ടാടാ. പടച്ചോ നിനക്കൊരു വഴി കാണിച്ചു തരും. ഇല്ലിക്ക, പടച്ചോനുള്ളവർക്ക് വാരിക്കോരി കൊടുത്തോണ്ടിരിക്കും. ഇല്ലാത്തവന്റെ അവസ്ഥ ഇങ്ങനെ തന്നെ. എന്റെ കുഞ്ഞുങ്ങൾ, എനിക്ക് പേടിയാവുക. എനിക്ക് പേടിയാവുക. എനിക്ക് നല്ല സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ കുഞ്ഞുങ്ങളെ നോക്കണേക്ക.